ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലാണുള്ളത്. ഇവിടുത്തെ ചൂട് പോലെ തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയവും ആ രീതിയിൽ ചർച്ചയാകുന്നു ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയാം. ഷാരിഖ് വീണ്ടും ചേരുന്നു. ഷാരിഖ് 2011 തൊട്ട് പിന്നീട് ഇങ്ങോട്ട് 3 തവണ ഷാഫി പറമ്പിൽ വ്യക്തമായ ലീഡോടുകൂടി എന്ന് പറയാൻ കഴിയില്ല. കാരണം ആ ലീഡിൽ അവിടെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. 2011 അപേക്ഷിച്ച് 2016-ലും 2021-ലും ആ ലീഡിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ശോഭാ സുരേന്ദ്രൻ നാളുടെ വരവാണ്. അതിന് പിന്നാലെ ഈ ശ്രീധരൻ വരുന്നു, വീണ്ടും അവിടെ വോട്ട് നില മാറുന്നു എന്നൊക്കെയാണ്. അപ്പോൾ എന്തും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു രാഷ്ട്രീയ അവസ്ഥ ഇവിടെ ഉണ്ട് അല്ലേ? തീർച്ചയായും. കാരണം 2011 വരെ CPIM 2ാം സ്ഥാനത്ത് നിന്നിരുന്ന മണ്ഡലമാണ്. 2016-ൽ ശോഭാ സുരേന്ദ്രന്റെ വരവോടുകൂടി CPM 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. NDAക്ക് ശക്തമായ ഒരു വോട്ട് ബാങ്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. NDA പാലക്കാട്, അതേപോലെ പാലക്കാട് നഗരസഭാ ഭരണം കഴിഞ്ഞ 3 ടേമായി തുടർച്ചയായി അവർ ഭരിക്കുന്നു. അപ്പോൾ പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ NDAക്ക് വലിയ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. 2021-ൽ മത്സരിക്കുമ്പോൾ ശ്രീധരനൊപ്പം മത്സരിക്കുമ്പോൾ ഷാഫി പറമ്പിൽ വലിയ രീതിയിൽ അന്ന് ഒരു പിന്തള്ള, അതായത് 2ാം സ്ഥാനത്തേക്ക് പോകുമോ എന്നുൾപ്പെടെയുള്ള ഭയം UDF ക്യാമ്പിനുണ്ടായിരുന്നു. ശ്രീധരൻ വിജയിക്കുമെന്നുള്ള പ്രതീതിയൊക്കെ ഇവിടെ വന്നിരുന്നു. പക്ഷേ എന്നിട്ടും ഒരു 3000 കഷ്ടിച്ച് 3000-4000 വോട്ടിനാണ് ഷാഫി അന്ന് ജയിച്ച് കരകയറി വന്നത്. വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് വന്നു. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതെല്ലാം സ്ഥിതിയെല്ലാം മാറി. രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000 ചില്ലാനം വോട്ടിനാണ് ഇവിടെ ജയിച്ച് കയറിയത്. അപ്പോൾ എപ്പോഴും ഒരു എഡ്ജ് UDFന് ഈ മണ്ഡലത്തിലുണ്ട്. കാരണം പിരാരി, മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിൽ UDFന് വ്യക്തമായ വോട്ടുണ്ട്. പാലക്കാട് നഗരസഭയിലാണ് NDAക്ക് വോട്ടുള്ളത്. അതുപോലെ തന്നെ CPIMന് കണ്ണാടി പഞ്ചായത്തിലാണ് വോട്ടുള്ളത്. അതുപോലെ തന്നെ മാത്തൂരിലും അവരുടെ ശക്തി ബലാബലമാണ്. അത് പറയുമ്പോഴാണ് UDFന് വ്യക്തമായ ലീഡുള്ള മണ്ഡലത്തിലാണ് ഇത്തവണ ഡീൽ ആരോപണം എന്ന ആരോപണം, വളരെ ശക്തമായ ആരോപണമാണ്. അത് ഉയർത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. പാലക്കാട് ആ ഡീൽ നടന്നു. അതാണ് NMR റസാഖിന്റെ LDFന്റെ സാന്നിധ്യത്തിലൂടെ മനസ്സിലാകുന്നതെന്നാണ് ആരോപണം. അത് ആ രീതിയിൽ ചർച്ചയാകുന്നുണ്ടോ മണ്ഡലത്തിൽ? തീർച്ചയായും. കാരണം അത് വലിയ രീതിയിൽ ചർച്ചയാണ്. കാരണം വ്യവസായിയായ ഒരാൾ പെട്ടെന്ന് രാഷ്ട്രീയക്കാരനായി മാറുന്നു, രാഷ്ട്രീയ കുപ്പായം അണിയുന്നു. അത്തരത്തിലൊരു ചർച്ച ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ ഉടനീളം വരുന്നു. കാരണം അത്ര കാലം UDFനൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് NMR റസാഖ് എന്ന് പറയുന്നത്. കഴിഞ്ഞപ്പോൾ കുറച്ച് ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചരണത്തിൽ ഈ NMR റസാഖ് പങ്കെടുത്ത, അതായത് പ്രചരണത്തിൽ, അതായത് കലാശക്കൊട്ട് ദിവസം NMR റസാഖ് പങ്കെടുത്ത ചിത്രമൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. അപ്പോൾ അത്തരത്തിൽ UDFനൊപ്പം നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു CPIMന്റെ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്നു. അതായത് സഖാവ് എന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്തരം രീതിയൊക്കെ വന്നപ്പോൾ ദുർബലനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ BJPയുമായി ഒരു ഡീൽ എന്താണ് CPM നടത്തുകയാണ്. UDFനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കി ആ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ശ്രമമാണെന്നാണ് ആ ആരോപണം. അതോടൊപ്പം തന്നെ വേറൊരു സന്ദേഹം കൂടി ഉണ്ട്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ അത് LDFിലേക്ക് കൂടുതലായി പോകുമോ UDFിൽ നിന്നുള്ള സന്ദേഹം കൂടിയുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ആ ഡീൽ ആരോപണം അത്രമേൽ ശക്തമായി ഉന്നയിക്കുന്നത്. എന്തായാലും NDAക്കും UDFനും ഒരു ചെറിയ ലീഡ് ഉണ്ട്, എഡ്ജ് ഉണ്ട് നിലവിൽ എന്നാണ് പറയുന്നത്. അവർ ശക്തമായി മത്സരിക്കുന്നു. NMR റസാഖ് പക്ഷേ സ്വതന്ത്രനാണെങ്കിൽ പോലും LDFന്റെ പിന്തുണയോടുകൂടി തന്നെ പ്രചാരണ രംഗത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൺപ്രഡിക്റ്റബിൾ ആണ് പാലക്കാട്ടെ നിലവിലെ സ്ഥിതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.